So here let us talk about the section of solids continuing. So here you can see an object which are going to cut by a section plane or cutting plane. So after cutting you can see the remaining portion of the solid and that is sectional view. Then this is the remaining portion of the solid. So the purpose of sectioning is for revealing the hidden details. Section the purpose of section is for revealing the hidden details. If you have something in any object, object in സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്യും അല്ലേ? ഒരു ഒബ്ജക്റ്റിനകത്ത് സംതിങ് എന്തെങ്കിലും ഇതിന് അകത്തുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് നോക്കി കാണാൻ പറ്റില്ല. സോ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യും അത് കട്ട് ചെയ്തിട്ട് ഈ ഒബ്സർവറിന് അടുത്തുള്ള ഭാഗം റിമൂവ് ചെയ്യും. ബാക്കി റിമൈനിങ് പോർഷൻസ് നമുക്കിവിടെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ വ്യൂ ചെയ്യാൻ പറ്റും. സോ ദ പർപ്പസ് ഓഫ് സെക്ഷനിങ് ഈസ് ഫോർ റിവീലിംഗ് ദി ഹിഡൻ ഡീറ്റെയിൽസ് ഇൻസൈഡ് ദി ഓബ്ജക്റ്റ്. എന്താണ് സെക്ഷൻ്റെ പർപ്പസ്? അങ്ങനെ എക്സാമ്പിൾ ചോദിക്കില്ല. സോ എന്തിനാണ് നമ്മൾ സെക്ഷൻ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള ഹിഡൻ ഡീറ്റെയിൽസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, സോ ദ പർപ്പസ് ഓഫ് സെക്ഷനിങ് ഈസ് ഫോർ റിവീലിംഗ് ദി ഹിഡൻ ഡീറ്റെയിൽസ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ തോന്നിയ പോലെ കട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതിന് ചില പ്രത്യേക ഇതൊക്കെ ഉണ്ട്, നാക്ക് എന്ന് പറയില്ല, അതേമാതിരി ആ ഒരു ഇതിൽ മാത്രമേ നമുക്ക് ആ ഒബ്ജക്റ്റിനെ കട്ട് ചെയ്യാൻ പറ്റൂ. തോന്നിയ പോലെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, so the purpose of sectioning is for revealing the hidden details. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ പഠിക്കാനുള്ളത് ഈ കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ പല തരത്തിലുണ്ട്, 5 തരത്തിലുള്ള കട്ടിംഗ് പ്ലെയിൻ ഇവിടെ. അപ്പോൾ നമുക്ക് എക്സാമിനെ കൂടുതലായിട്ട് ചോദിക്കുക ഓക്സിലറി ഇൻക്ലൈൻഡ് സെക്ഷൻ കട്ടിംഗ് പ്ലെയിനും അതേമാതിരി AVP ഓക്സിലറി വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിനുമാണ് ചോദിക്കുക. ഇത് ചോദിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ നല്ല സിമ്പിളാണ്, മറ്റേ കുറച്ച് കഷ്ടമാണ്. അപ്പോൾ എക്സാമിന് സ്വാഭാവികമായിട്ട് ചോദിക്കുക ഓക്സിലറി ഇൻക്ലൈൻഡ് സെക്ഷൻ പ്ലെയിനും അതേമാതിരി ഓക്സിലറി വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിനും. ഓക്സിലറി ഇൻക്ലൈൻഡ് സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇൻക്ലൈൻഡ് ടു HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP. ഓക്സിലറി വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇൻക്ലൈൻഡ് ടു VP ആൻഡ് പെർപെൻഡിക്കുലർ ടു HP. ഓക്കെ, നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നൗ എന്താണ് വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ? വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെങ്കിൽ ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ വെർട്ടിക്കൽ പ്ലെയിനിന് ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്യും. സോറി, വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ അതാണ് കേട്ടോ. ആദ്യം നമുക്ക് ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ പഠിക്കാം, അതായത് കുറച്ച് എളുപ്പം. അതായത് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്യാം. നമ്മളിങ്ങനെ ചുറ്റിക്കളയാം, കട്ട് ചെയ്യുന്നില്ലേ, ഹൊറിസോണ്ടലായിട്ട് എക്സാക്റ്റ് നമ്മൾ ഇവിടുന്ന് മുറിച്ചിട്ട് ഒരു കട്ട് ചെയ്തിട്ട് ഈ മേലത്തെ ഭാഗം റിമൂവ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇവിടുന്ന് നോക്കണം. എന്തുകൊണ്ട് ഇവിടുന്ന് നോക്കണം എന്ന് പറയുന്നത്, കാരണം ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു HP ആണ്. ഓക്കെ, ഈ സെക്ഷൻ്റെ പ്രോബ്ലത്തിൽ നമ്മൾ ടോപ്പിൽ നിന്ന് മാത്രമേ നോക്കൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തു. എങ്ങനെ HP പാരലായിട്ട് നമ്മൾ മുറിച്ചു, എന്നിട്ട് മേലുള്ള ഭാഗം റിമൂവ് ചെയ്തു. അപ്പോൾ ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് HP പാരലായിരിക്കും. വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ എന്ന് വെർട്ടിക്കലായിട്ട് സെക്ഷൻ ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന കട്ടിംഗ് പ്ലെയിൻ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നൈഫ് മുറിക്കൽ ചെയ്യുന്നത് എക്സാക്ട്ലി വെർട്ടിക്കലി HP പെർപെൻഡിക്കുലറായിട്ട് കട്ട് ചെയ്യാം. HP എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആൻഡ് VP പാരലൽ. അപ്പോൾ ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കട്ട് ചെയ്യുന്ന സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത് HP പാരലായിരിക്കണം, VP പെർപെൻഡിക്കുലർ ആയിരിക്കണം. വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ HP പെർപെൻഡിക്കുലർ, VP പാരലൽ. ഓക്കെ, അപ്പം ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ HP പാരലൽ, VP പെർപെൻഡിക്കുലർ. VP പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, ഇവിടെ
വേർട്ടിക്കൽ ട്രേസ് നമ്മളിങ്ങനെ മുറിച്ച് നമ്മൾ മുന്നേ ലൈനിലൊക്കെ പഠിച്ചിട്ടില്ലേ, ലൈനിനെ പെനിട്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ വേർട്ടിക്കൽ ട്രേസ് വരുന്നത്. അതേമാതിരി ഈ പ്ലെയിന് നമ്മൾ സെക്ഷൻ ചെയ്താൽ ഇത് എക്സാക്ട് ഇതിനെ മുറിച്ചിട്ട് അങ്ങനെ പോവില്ല. ഒരിക്കലും ഇത് എച്ച് പിനെ കട്ട് ചെയ്യുന്നില്ല, കാരണം ഇത് ഹൊറിസോണ്ടലാണ്. സോ വേർട്ടിക്കൽ ട്രേസ് ഇവിടെ വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേർട്ടിക്കൽ ട്രേസ് കണ്ടോ. സോ this is the horizontal section plane. The observer is standing here. So plane horizontal section plane എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുക അത് വി പിക്ക് പെർപെൻഡിക്കുലർ, അല്ലെങ്കിൽ ഒന്ന് മാത്രം ഓർമ്മിച്ചാൽ മതി, അപ്പോൾ മറ്റൊന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക. സോ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. ഹിയർ വേർട്ടിക്കൽ ട്രേസ് ഇസ് ദി സെക്ഷൻ ലൈൻ. ഇതിനെ പറഞ്ഞ പേരാണ് സെക്ഷൻ ലൈൻ. കണ്ടില്ലേ, ഈ ഡോട്ടഡ് ലൈൻ ഇവിടെ കാണാൻ പറ്റും. ഹിയർ vertical trace is the section line. നമ്മൾ vertical trace ഒന്നും എഴുതണ്ട, ജസ്റ്റ് ഇത് മാത്രം പഠിച്ചാൽ മതി, ഈ കാണുന്ന ലൈൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇത് എഴുതിയിട്ടും കുഴപ്പമൊന്നുമില്ല, കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, എന്നിട്ട് നമ്മളെപ്പോഴും മേലെ യൂസ് ചെയ്യും. ഹൊറിസോണ്ടൽ സെക്ഷൻ ലൈൻ ഉപയോഗിച്ചിട്ട് ഒരു ഓബ്ജക്റ്റിനെ കട്ട് ചെയ്താൽ വി ഓൾവേസ് ലുക്ക് ഫ്രം ടോപ്പ്. എന്നാൽ വെർട്ടിക്കൽ സെക്ഷൻ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഹിയർ സെക്ഷൻ ലൈൻ വിൽ ഓൾവേസ് കം എബവ് എക്സ് വൈ ലൈൻ. സെക്ഷൻ ലൈൻ എപ്പോഴും എക്സ് വൈ ലൈനിൻ്റെ മുകളിൽ വരിക, കാണില്ലേ, എക്സ് വൈ ലൈനിൻ്റെ മുകളിൽ വരിക. ഓക്കെ, വെർട്ടിക്കൽ ട്രേസ് ഈസ് ഓൾവേസ് പാരലൽ ടു എക്സ് വൈ ലൈൻ. അത് എഴുതിയില്ല കുഴപ്പമില്ല. ഇനി നമ്മളൊരു എക്സാമ്പിൾ ഒരു കോൺ, ആ കോണിനെ ഞാനിപ്പോൾ ഇതേമാതിരി കട്ട് ചെയ്യുന്നു. സപ്പോസ് ഇതൊരു കോൺ, ഇവിടെ ഒരു കോണുണ്ട്. ഈ കോണിനെ ഞാൻ ചെയ്തു ഇങ്ങനെ വിളിച്ച് കട്ട് ചെയ്തു, മുറിച്ച് കട്ട് ചെയ്തിട്ടാകുമ്പോൾ നമുക്കെന്ത് കിട്ടും, ഈ മേലത്തെ ഭാഗം റിമൂവ് ചെയ്താൽ ഒരു സെക്ഷൻ ഇവിടെ കിട്ടുമല്ലോ. സോ ദിസ് ഈസ് ദി ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ നമുക്ക് എങ്ങനെ കാണാം, കാരണം ഹൊറിസോണ്ടൽ സെക്ഷൻ വേണ്ടി ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യു ലുക്ക് ഫ്രം ടോപ്പ്, അപ്പോൾ നമ്മൾ ടോപ്പിൽ നോക്കുകയാണ് കേട്ടോ. നമ്മൾ ലൈൻ ഓഫ് സെറ്റിംഗാണ് ഇങ്ങനെ നോക്കുന്നത്, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ വർക്കുണ്ടോ, ഇങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുകയാണ്. സോ അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ആ സെക്ഷൻ ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും എക്സ് വൈ ലൈനിൻ്റെ മുകളിലാണ് വരിക. ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ എപ്പോഴും വരിക എക്സ് വൈ ലൈനിൻ്റെ താഴെയായിരിക്കും. നമ്മൾ ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ യു ആർ ഓൾവേസ് ലുക്ക് ഫ്രം ടോപ്പ് പോയിന്റ് ആണ്. ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ കട്ടിങ് യു ഷുഡ് ലുക്ക് ഫ്രം ടോപ്പ്, ഫസ്റ്റ് പോയിന്റ്. പിന്നെ ഈ കട്ടിംഗ് ലൈൻ അല്ലെങ്കിൽ സെക്ഷൻ ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും എക്സ് വൈ ലൈനിൻ്റെ മുകളിലായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ എപ്പോഴും എക്സ് വൈ ലൈനിൻ്റെ താഴെയായിരിക്കും. ഇത്രയാണ് ഇതിൻ്റെ നേരെ എക്സാക്ട് ഓപ്പോസിറ്റ് എവിടെ വരിക. ഹിയർ വേർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വേർട്ടിക്കലായിട്ട് സെക്ഷൻ ചെയ്യാം. വേർട്ടിക്കലായിട്ട് സെക്ഷൻ ചെയ്യാന്ന് പറയുമ്പോൾ അത് എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും, വി പിക്ക് പാരലൽ ആയിരിക്കും. എച്ച് പിക്ക് പെർപെൻഡിക്കുലർ, വി പിക്ക് പാരലൽ. ഓക്കെ, അപ്പോൾ എച്ച് പിക്ക് പെർപെൻഡിക്കുലർ, വി പിക്ക് പാരലലും. അപ്പോൾ ഈ വേർട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വേർട്ടിക്കലായിട്ട് കട്ട് ചെയ്തു, എച്ച് പിക്ക് പെർപെൻഡിക്കുലർ, വി പിക്ക് പാരലൽ. വി പിക്ക് പാരലൽ എന്ന് പറയുമ്പോൾ നമുക്കെന്ത് കിട്ടും, കട്ടിംഗ് പ്ലെയിന് വി പിക്ക് പാരലൽ എന്ന് പറയുമ്പോൾ ട്രൂ ഷേപ്പ് വി പിയിൽ കിട്ടും. ആ ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ട്രൂ ഷേപ്പ് ആയിരിക്കും വി പിയിൽ കിട്ടുക. ഈ കേസിൽ നമ്മൾ കട്ടിംഗ് ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ ഇങ്ങനെ കട്ട് ചെയ്തു, ദാറ്റ് ഈസ് കട്ടിംഗ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു വി പി. ഓക്കെ, cutting plane perpendicular to VP and cutting plane parallel to HP. Cutting plane parallel to HP എന്ന് പറയുമ്പോൾ ട്രൂ ഷേപ്പ് എന്താണോ അത് എച്ച് പിയിൽ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ട്രൂ ഷേപ്പ് എച്ച് പിയിൽ കിട്ടുന്നത്, എക്സ് വൈ ലൈനിന് താഴെ. കട്ടിംഗ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP എന്ന് പറയുമ്പോൾ എക്സ് വൈ ലൈനിൻ്റെ മുകളിൽ എന്ത് കിട്ടി, നമുക്ക് കട്ടിംഗ് ലൈൻ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ എച്ച് പിയിലെ ട്രൂ ഷേപ്പ് കിട്ടുന്നെങ്കിൽ യു ഹാവ് ഓൾവേസ് ലുക്ക് ഫ്രം ടോപ്പ്. ആ സംഗതി ഈ കേസിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു. വേർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ വേർട്ടിക്കൽ സെക്ഷൻ എച്ച് പിക്ക് പെർപെൻഡിക്കുലർ, വി പിക്ക് പാരലൽ. വി പിക്ക് പാരലൽ എന്ന് പറയുമ്പോൾ ട്രൂ ഷേപ്പ് വി പിയിൽ കിട്ടുന്നു. ട്രൂ ഷേപ്പ് വി പിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഫ്രണ്ട് നോക്കണം. അപ്പോൾ മേലെ നോക്കുമ്പോൾ എന്തായിരിക്കും,
ഒരു സെക്ഷൻ ലൈൻ എന്ന് പറയുന്നത് ഒരു സെക്ഷൻ ലൈൻ ഇങ്ങനെ കിട്ടും, ഒരു ലൈനായിട്ട് കിട്ടും. ഓക്കെ, സോ യു ഹാവ് ടു ലുക്ക് ഫ്രം ഫ്രണ്ട്, then only you will get the true shape. അപ്പോൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തു, ഇത് ഫ്രം ടോപ്പ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതിനിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. ആ കാണുന്ന വ്യൂ ആണ് ഇവിടെ കിട്ടുന്ന വ്യൂ. സി, ഇതേ കോണാണ് സ്ക്വയർ പിരമിഡിൻ്റെ കേസിൽ. ഇപ്പോൾ സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്ക്വയർ പ്രിസം, ഇതാണ് സ്ക്വയർ പ്രിസം. ഇതിങ്ങനെ ഇഷ്ടമുള്ളത്. അപ്പോൾ അതിന് നമ്മൾ വേർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇതിനിങ്ങനെ കട്ട് ചെയ്യുന്നു, ഇങ്ങനെ മുറിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഫ്രണ്ടിലുള്ള ഭാഗം റിമൂവ് ചെയ്തിട്ടാകുമ്പോൾ ബാക്കി കാണുന്ന ഭാഗം വിടാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ മുറിക്കുന്ന സമയത്ത് ഈ വേർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പാരലൽ ടു VP ആണ്. അതുകൊണ്ടാണ് വേർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ VPക്ക് പാരലൽ ആയതുകൊണ്ട് ആ ട്രൂ ഷേപ്പ് ഇവിടെ കിട്ടുന്നു, ഹാച്ചിങ് പോർഷൻസ്. വേർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ HPക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് ഇത് സെക്ഷൻ ലൈന് ടോപ്പിൽ കിട്ടുന്നു. ആ സെക്ഷൻ ലൈൻ എന്ന് പറയുന്നത് ഓൾവേസ് XY ലൈനിൻ്റെ താഴെയായിരിക്കും. ഇവിടെ സെക്ഷൻ ലൈൻ എന്ന് പറയുന്നത് XY ലൈനിൻ്റെ മുകളിലാണ്. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇതിനാണ് കാര്യങ്ങൾ. അപ്പോൾ ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ആ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത് HPക്ക് പാരലാണ്, VPക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അപ്പോൾ HPക്ക് കട്ട് ചെയ്താകുമ്പോൾ നമ്മൾ ഈ ഭാഗം റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് ടോപ്പിൽ നിന്ന് വ്യൂ ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ട്രൂ ഷേപ്പ് ദാറ്റ് വിൽ ബി ബിലോ XY ലൈൻ ആൻഡ് ദിസ് കട്ടിംഗ് പ്ലെയിൻ വിൽ ഓൾവേസ് above XY ലൈൻ. This cutting plane will indicate a line. Those line we will call it as section line. പിന്നെ നമ്മൾ ഇവിടുന്ന് ടോപ്പിൽ നിന്ന് വേണം വ്യൂ ചെയ്യാൻ. ഓക്കെ, ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ മുകളിലത്തെ ഭാഗം റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് നോക്കുക. അതാണ് ഇവിടെ കാണിക്കുന്നത്. താഴെ കിട്ടും ട്രൂ ഷേപ്പ് കിട്ടും. എന്തുകൊണ്ട്? കാരണം ഈ കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് HPക്ക് പാരലാണ്, അതുകൊണ്ട് ട്രൂ ഷേപ്പ് കിട്ടുന്നു. കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് VPക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് സെക്ഷൻ ലൈന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടുന്നു. സ്ട്രെയിറ്റ് ചെയിൻ ലൈൻ എന്ന് പറയും ആയിട്ട് കിട്ടുന്നു. ഇതേമാതിരി ഇവിടെ എടുത്താൽ വേർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒബ്സർവറിന് അടുത്തുള്ള ഭാഗം അത് എടുത്തു മാറ്റുന്നു. അപ്പോൾ വേർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത് വേർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആയതിനാൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ട്രൂ ഷേപ്പ് നമുക്ക് ഇവിടെ കിട്ടുന്നു. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ കാണുന്ന ഏറോ മാർക്ക്. ട്രൂ ഷേപ്പ് ഇവിടെ കിട്ടുന്നു. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ അത് കിട്ടുന്നു, ഒരു ചെയിൻ ലൈൻ കട്ടിംഗ് പ്ലെയിൻ അത് ഇവിടെ കിട്ടുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ. പിന്നെ ബാക്കി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി ഇവിടെ കാണാൻ പറ്റുന്നത് ഓക്സിലറി ഇൻക്ലൈൻഡ് സെക്ഷൻ പ്ലെയിൻ AIP എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇത്രയും കാണാൻ പഠിച്ചത് ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത ആവശ്യം. ഇത് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഇൻക്ലൈൻഡ് ആയിട്ട് കണ്ടോ. HPക്ക് ഇൻക്ലൈൻഡ് ആയിട്ടും VPക്ക് പെർപെൻഡിക്കുലർ ആയിട്ടും. സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻഡ് ടു HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP. ദെർഫോർ ഈ കേസിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്കൊരിക്കലും ട്രൂ ഷേപ്പ് കിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മളിങ്ങനെ മുറിച്ചിട്ട് ഈ ഭാഗം റിമൂവ് ചെയ്തു, എടുത്തു മാറ്റിയതിന് ശേഷം നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ലൈന് നമ്മൾ നോക്കുന്ന റേസ്, ആ റേസ് എന്ന് പറയുന്നത് HPക്ക് ഇൻക്ലൈൻഡ് ആണ്. മാത്രമല്ല ആ HP എന്ന് പറയുന്നത് ഈ പഠിച്ചിട്ടുള്ള ആ ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ടല്ലോ, അത് ഈ HPക്ക് ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ട്രൂ ഷേപ്പ് നമുക്ക് കിട്ടില്ല. നമുക്ക് എന്താ കിട്ടുക? സെക്ഷണൽ പ്ലാൻ എന്ന് പറയും.
ട്രൂ ഷേപ്പ് എപ്പോഴും കിട്ടുക നമ്മൾ ഇതിനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ലൈൻ ഓഫ് റേസ് ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുള്ള കട്ടിംഗ് പ്ലെയിനിന് എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. മാത്രമല്ല ആ കട്ടിംഗ് പ്ലെയിന് ഇവിടെ വരച്ചിട്ടുള്ള എക്സിക്ക് പാരലൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ എക്സ് വൈ ലൈനിൻ്റെ താഴെ നമുക്ക് ട്രൂ ഷേപ്പ് കിട്ടുകയുള്ളൂ. എങ്ങനെ ഹൊറിസോണ്ടൽ സെക്ഷൻ പ്ലെയിൻ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ. പക്ഷേ ഇവിടെ നേരെ തിരിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ട്രൂ ഷേപ്പ് കിട്ടില്ല. സോ നമ്മളെന്ത് വേണം, ഈ മെത്തേഡിലുള്ള പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ട്രൂ ഷേപ്പ് കണ്ടുപിടിക്കണം. അത് എങ്ങനെ കണ്ടുപിടിക്കാം അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ കേസിൽ കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച മാതിരി ഇതിന് മുന്നേ പഠിച്ചിട്ട് കട്ടിംഗ് പ്ലെയിൻ എക്സ് വൈ ലൈനിൻ്റെ മുകളിലാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കേസിൽ കട്ടിംഗ് പ്ലെയിൻ കണ്ടോ ഒരു സർട്ടൻ ആംഗിളിൽ തീറ്റ ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഉള്ളത്. മാത്രമല്ല ആ കട്ടിംഗ് ലൈൻ എന്ന് പറയുന്നത് ആ കട്ടിംഗ് ലൈൻ അല്ലെങ്കിൽ സെക്ഷൻ ലൈൻ എന്ന് പറയുന്നത് ഓൾവേസ് എബവ് എക്സ് വൈ ആയിരിക്കും. ഇറ്റ് വിൽ കം ഓൾവേസ് എബവ് എക്സ് വൈ ലൈൻ. ഓക്കെ, അതെപ്പോഴും എക്സ് വൈ ലൈനിന് മുകളിലേക്കാണ് വരികയും ചെയ്യുക. അപ്പോൾ ഈ കേസിൽ നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ശരിയായിട്ടുള്ള ട്രൂ ഷേപ്പിലല്ല കിട്ടുക. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എപ്പോഴും ആ ടോപ്പ് വ്യൂവിൽ കിട്ടുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഒരു റെഡ്യൂസ്ഡ് സൈസിലാണ് കിട്ടുക. റെഡ്യൂസ്ഡ് സൈസായിട്ടുള്ള ഒരു സെക്ഷണൽ ഷേപ്പ് ആണ് കിട്ടുക. ട്രൂ ഷേപ്പ് കിട്ടില്ല. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം കിട്ടും. അതിൻ്റെ വേറൊരു ഇതിപ്പം ഇൻക്ലൈൻ ടു എസ് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു വി പി. ഈ ചില സമയത്ത് പ്രോബ്ലം ഇങ്ങനെ കിട്ടാം. ഓക്സിലറി വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ, അതായത് ഇൻക്ലൈൻ ടു വി പി ആൻഡ് പെർപെൻഡിക്കുലർ ടു എസ് പി. സോ whenever you cut an object by using this section plane, so section line, ഈ കേസിൽ സെക്ഷൻ ലൈൻ ഓൾവേസ് കം ബിലോ എക്സ് വൈ ലൈൻ. ഇങ്ങനെ വരിക എക്സ് വൈ ലൈൻ താഴെ. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങോട്ടേക്ക് നോക്കണം. എപ്പോഴും എക്സ് വൈ ലൈനിലേക്ക് നോക്കുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ ഈ ഏറോസ് ഉള്ളത്. എക്സ് വൈ ലൈനിലേക്ക് നോക്കുന്ന വിധത്തിൽ വേണം നമ്മൾ വരച്ചു വെക്കാൻ. ഓക്കെ, എക്സ് വൈ ലൈനിലേക്ക് വരുന്ന വിധത്തിൽ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കുന്നു. ഒബ്സർവർ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നോക്കുന്നത്. ഇവിടുന്ന് ഇത് ടോപ്പ് വ്യൂ, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. ഒബ്സർവർ ഇവിടെ ഉണ്ടാവും, ഇയാൾ ഇങ്ങോട്ടേക്ക് നോക്കുന്നു. ഇത് ടോപ്പ് വ്യൂ, ഒബ്സർവർ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കുന്നു. ഇവിടുന്ന് ഇങ്ങനെ. ഓക്കെ, ആ പ്രോബ്ലം ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവും. അതുവരെ കുറച്ചൊരു കൺഫ്യൂഷൻ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, അതായത് ഒബ്സർവറിന് അടുത്തുള്ള പോർഷൻസാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് ഒബ്സർവറിൻ്റെ അടുത്തുള്ള പോർഷൻസ് റിമൂവ് ചെയ്യുക. അടുത്തുള്ള പോർഷൻസ് റിമൂവ് ചെയ്തിട്ട് ഒബ്സർവറിൻ്റെ എവേയിലുള്ള പോർഷൻസ് റീറ്റെയിൻ ചെയ്യുക. ഇതാണ് നമ്മൾ മെയിനായിട്ട് സെക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതാണ് ഒബ്സർവറിൻ്റെ അടുത്തുള്ള പോർഷൻസ് റിമൂവ് ചെയ്തിട്ട് മറ്റേ ബാക്കിയുള്ളത് റീറ്റെയിൻ ചെയ്യുക. അതാണ് സെക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കേസിൽ ഞാൻ പറഞ്ഞത് നമുക്ക് ട്രൂ ഷേപ്പ് കിട്ടില്ല. കാരണം ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ടല്ലോ, അത് നമ്മൾ എങ്ങനെയുള്ളത് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ എന്നുള്ളത്. സോ സർഫസിന് പാരലായിട്ട് വേറെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്തിട്ട് അതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ട്രൂ ഷേപ്പ് കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇവിടെ ഇപ്പം ഇതേമാതിരി ഒരു ഓബ്ജക്റ്റ് ഉണ്ട്. അതിന് ടോപ്പ് വ്യൂ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വിചാരിക്കും. കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെ കിട്ടുക. അപ്പോൾ അത് ട്രൂ ഷേപ്പ് അല്ല. അപ്പോൾ ട്രൂ ഷേപ്പ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കേസിൽ ട്രൂ ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇതാണ് നമ്മുടെ സർഫസ്. ഓക്കെ, അപ്പോൾ ആ സർഫസിന് പാരലായിട്ട് നമ്മൾ വേറൊരു പ്ലെയിന് കൺസിഡർ ചെയ്യണം. അതായത് ഈ സർഫസ് ആദ്യത്തെ കേസിൽ നമ്മൾ സർഫസ് എന്ന് പറയുമ്പോൾ ഇത് ട്രൂ ഷേപ്പ് തന്നെ. ഇത് ട്രൂ ഷേപ്പ് അല്ല. അപ്പോൾ ഇത് ട്രൂ ഷേപ്പ് കിട്ടണമെങ്കിൽ ഈ സർഫസിന് പാരലായിട്ട് വേറൊരു ലൈൻ വരച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എല്ലാം കിട്ടും. ആ ഡിസ്റ്റൻസിനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊക്കെ പ്രൊജക്റ്റ് ചെയ്തിട്ടൊക്കെയാണ് നമുക്കിവിടെ ഇതിൻ്റെ എക്സാക്ട്ലി ഈ കാണുന്ന ട്രൂ ഷേപ്പ് നമുക്ക് ഇവിടെ കിട്ടും. ആ സമയത്ത് ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന എക്സാമിന്. ഇത് സിമ്പിൾ പ്രോബ്ലം, ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് കിട്ടുന്നത് ഒരു ഇൻക്ലൈനായിട്ട് കട്ട് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ട്രൂ ഷേപ്പ് കിട്ടില്ല. പക്ഷെ എങ്ങനെ ട്രൂ ഷേപ്പ് കിട്ടാം, അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൽ. ഓക്കെ, ഈ കേസിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതേമാതിരി തന്നെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ചു.
ഞാൻ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യും. ഇതാണ് ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ, എ വി പി, ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ. ഇത് ഓക്സിലറി, ഇത് എ ഐ പി, ഇത് എ വി പി. അത് ടോപ്പ് വ്യൂ കട്ട് ചെയ്യും, മറ്റേ ഫ്രണ്ട് വ്യൂ കട്ട് ചെയ്യുന്നത്. എക്സ്പൈ ലൈനിൻ്റെ മുകളിലാണ് കട്ട് ചെയ്യുന്നത്. ഇത് എക്സ്പൈ ലൈനിൻ്റെ താഴെ കട്ട് ചെയ്യും, താഴെ കട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിന് പാരലായിട്ട് വേറെ ലൈൻ ഇവിടെ വരച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഡിസ്റ്റൻസൊക്കെ, ഓരോ ഡിസ്റ്റൻസൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇങ്ങനെ മെഷർ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഇവിടെ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് സെക്ഷനിൽ വ്യൂ ഇവിടെ കിട്ടുമല്ലോ. ഇവിടെ സെക്ഷൻ വരിക, ഫ്രണ്ടിൽ സെക്ഷൻ വരും. അതായത് ഒരു സ്ഥലത്ത് സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ ഇതിന് മേലെ ഹാച്ചിങ് വരും, മുകളിൽ ഇപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ആകുമ്പോൾ താഴെ ഹാച്ചിങ് വരും, താഴെ സ്ട്രെയിറ്റ് ആകുമ്പോൾ മുകളിൽ ഹാച്ചിങ് വരും. അത് ഉറപ്പാണ്, അങ്ങനെ വരും അത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് ഇവിടെ ഈ കട്ടിങ് ലൈൻ എന്ന് പറയുന്നത് എക്സ്പൈക്ക് പാരലൽ അല്ല. അതുകൊണ്ട് ഈ കാണുന്ന സെക്ഷണൽ വ്യൂ എന്ന് പറയുന്നത് ട്രൂ ഷേപ്പ് അല്ല. ഇവിടെ കട്ടിങ് പ്ലെയിൻ എന്ന് പറയുന്നത് എക്സ്പൈക്ക് പാരലൽ അല്ല. സോ ഈ കാണുന്ന ഹാച്ചിൻ്റെ പോർഷൻ അല്ലെങ്കിൽ സെക്ഷണൽ വ്യൂ എന്ന് പറയുന്നത് ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ അല്ല. ഇവിടെ കട്ടിങ് പ്ലെയിൻ എന്ന് പറയുന്നതാണ്, കട്ടിങ് പ്ലെയിൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി എക്സ് വൈക്ക് പാരലാണ്. സോ ദിസ് വിൽ ബി ദി ട്രൂ ഷേപ്പ്. This will be the true shape. So that's all about this topic.